നമ്മുടെ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസിലേക്കുള്ള പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് 70,000 സാലറി നിങ്ങൾക്ക് കിട്ടുക. അത് മാത്രമല്ല ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ നൽകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. ദിവസവും നമ്മൾ 2 അല്ലെങ്കിൽ 1 അതിലധികം നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്രയും വേക്കൻസികൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് കിട്ടും. അതുമാത്രമല്ല നമ്മളൊരു നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തന്നെ അപ്ലൈ ചെയ്യാം. ഇനി നമ്മളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിൻ്റെ ലിങ്കുകളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, വാട്സപ്പിൻ്റെ. അപ്പോൾ നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 28, അതായത് ഫെബ്രുവരി 28 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 28. ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് കാണാം ഏപ്രിൽ 11 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം വേരിയസ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റിൻ്റെ പേര് വരുന്നത്. 36 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. അതിൽ 15 വേക്കൻസി ജനറൽ, OBCക്ക് 8 വേക്കൻസി, SCക്ക് 6 വേക്കൻസി, STക്ക് 4, EWS 3 ഇങ്ങനെയാണ്. പിന്നെ അതിൽ തന്നെ ഒരു പോസ്റ്റ് PWD കാൻഡിഡേറ്റ്സിൽ തന്നെ OH കാൻഡിഡേറ്റ്സിന് റിസർവ് ആയുള്ള പോസ്റ്റുമാണ്. ഇനി അത് കൂടാതെ ഈ 36 കൂടാതെ 7 വേക്കൻസി നമുക്ക് ബാക്ക്ലോഗ് വേക്കൻസി ഉണ്ട്. ബാക്ക്ലോഗ് വേക്കൻസി പറഞ്ഞാൽ മുന്നത്തെ റിക്രൂട്ട്മെൻറ്റിൽ കംപ്ലീറ്റ് ചെയ്യാത്ത വേക്കൻസിയാണ്, ഒഴിഞ്ഞ് കിടക്കുന്നത്. ആ വേക്കൻസിയിൽ തന്നെ OBCക്ക് ഒരു 4 വേക്കൻസി അതിൽ വരുന്നുണ്ട്, STക്ക് ഒരു വേക്കൻസി വരുന്നുണ്ട്. പിന്നെ PWDയിൽ VHനും HHനും ഓരോരോ വേക്കൻസിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ നിങ്ങൾക്ക് വേക്കൻസി ടോട്ടൽ വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത് പേ ലെവൽ 6 ആണ് വരുന്നത്. 37,400 മുതൽ 1,12,400 അതായത് ടോട്ടൽ ആയിട്ട് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് മന്ത്ലി കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 70,000 രൂപയായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് കാര്യങ്ങളാണ്. ലാസ്റ്റ് ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 11. ഏപ്രിൽ 11 എന്ന് പറയുന്ന ഡേറ്റിലേക്ക് നിങ്ങൾക്ക് 28 വയസ്സ് കഴിയാൻ പാടില്ല. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് OBC കാൻഡിഡേറ്റ്സ് OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ എന്ത് ചെയ്യാം ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സിന് അവരുടെ റിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ആണെങ്കിൽ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഡിവോഴ്സ് വനിതകൾക്കും ഒക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഓരോന്നിൻ്റെയും പോസ്റ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാത്തിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചില പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളും പറയാം. അവിടെ പോസ്റ്റ് കോഡ് കാണാം. ടി എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 101 ആണ്. അതിൽ നിങ്ങൾക്ക് 6 വേക്കൻസി ഉണ്ട്. ജനറൽ 2, OBC 2, then SC 2. അതൊക്കെ നിങ്ങൾ നോക്കണം. ഞാനെല്ലാം പറയാം, നമുക്ക് വീഡിയോയുടെ ലെങ്ത് അധികമായി ഇപ്പോൾ. അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ ടെക്നോളജിയിലോ ഈ പറഞ്ഞിരിക്കുന്ന ജസ്റ്റ് ഒരു ഡിപ്ലോമ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ 2 ഇയർ ഡ്യൂറേഷൻ ലാറ്ററൽ എൻട്രിയിലൂടെ ആണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം, പ്ലസ് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ പഠിച്ചവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതെല്ലാം നിങ്ങൾ 3 ഇയർ ഡ്യൂറേഷനിൽ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഡിപ്ലോമ 3 ഇയർ ഡ്യൂറേഷനിൽ നിങ്ങൾ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ +2 അല്ലെങ്കിൽ ITI കഴിഞ്ഞിട്ട് ലാറ്ററലിലൂടെ കയറിയവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ 2 അപ്ലൈ ചെയ്യുകയാണെങ്കിലും 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഇതിനടുത്ത് നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 16 വേക്കൻസിയാണ്. അതിൻ്റെ നിങ്ങൾക്ക് റിസർവ് വേക്കൻസീസ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് ഇവിടെ കാണാം, ചെക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലുള്ള 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ്. അതിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, 60% മാർക്ക് വേണം. ഇനി ലാറ്ററലിലൂടെ അഡ്മിഷൻ എടുത്തവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി TA 103 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി ആണുള്ളത്, അതായത് ജനറലാണ്. ജനറൽ ആയതുകൊണ്ട് ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. കെമിക്കൽ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിലുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യുക, 60% മാർക്ക് വേണം. നിങ്ങൾക്ക് ലാറ്ററലിലൂടെ ആണെങ്കിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ലാറ്ററലിലൂടെ ആണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇതിലേക്കും വേണേ. ഇനി അടുത്തത് TA 104 ആണ്. 7 വേക്കൻസിയാണ് ഇതിലുള്ളത്. ഇതിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ജസ്റ്റ് BSc ആണ്. BSc ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കാനുള്ളതാണ്. ഓക്കെ, 60% മാർക്കുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് മതി കേട്ടോ. ഇനി ഇതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമല്ല.
നിങ്ങൾ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷനും പ്ലസ് നിങ്ങൾക്ക് 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി. 60% മാർക്ക് വേണം കേട്ടോ ഡിഗ്രിയിൽ. 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 വർഷം ഡ്യൂറേഷനുള്ള കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസിന് പകരമായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം. ആ ഡിപ്ലോമ നിങ്ങൾക്ക് 3 ഇയർ ഡ്യൂറേഷൻ വെച്ച് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ലാറ്ററലിലൂടെ ആണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷൻ വെച്ച് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് TA 105 ആണ്. മൾട്ടിമീഡിയ ആൻഡ് അനിമേഷൻ അല്ലെങ്കിൽ തുല്യമായുള്ള ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഗ്രാജുവേഷൻ 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന 1 ഇയർ എക്സ്പീരിയൻസിന് പകരം 1 ഇയർ ഫുൾ ടൈം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമയോ നിങ്ങൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസിന് പകരമായിട്ട് അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റെക്കോർഡിംഗ് ഇല്ലാത്ത വീഡിയോ എഡിറ്റിംഗ് ഇല്ലാത്ത വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യേണ്ട വിചാരിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്കൊന്ന് ബാക്ക് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലിയർ ആയിട്ട്. ഇനി അടുത്തത് 106 ആണ്. ഇതിലേക്ക് 2 വേക്കൻസിയാണ്. ഇതിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിലുള്ള ഡിപ്ലോമയാണ്. 3 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലാറ്ററലിലൂടെ 2 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പോസ്റ്റ് കോഡ് 107 ആണ്. ഇതിൻ്റെ ടോട്ടൽ 3 വേക്കൻസിയാണ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 60% മാർക്കോടുകൂടി 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലാറ്ററലിലൂടെ 2 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. TA 108 ആണ് അടുത്തത്. OBCക്കാണ് വേക്കൻസി, റിസർവ് വേക്കൻസിയാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഫിസിക്സ് അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള ക്വാളിഫിക്കേഷൻ 60% മാർക്കോടുകൂടി ബാച്ചലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഇനി 1 ഇയർ എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് 1 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പകരമായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി പോസ്റ്റ് കോഡ് 109 ആണ്. ജനറൽ വേക്കൻസിയാണ്, ആർക്കും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾക്ക് മെറ്റലർജി ഓർ മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 3 ഇയർ ഡ്യൂറേഷനുള്ള 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലാറ്ററലിലൂടെ 2 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഇനി 110 ആണ് നിങ്ങൾക്ക് പോസ്റ്റ് കോഡ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 60% മാർക്കോടുകൂടി 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലാറ്ററലിലൂടെ പ്രൊഫഷണൽ നേടിയവരാണെങ്കിൽ 2 വർഷത്തെ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞാണെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. എക്സ്പീരിയൻസ് സെയിം ആണ്, 2 വർഷം എക്സ്പീരിയൻസ് വേണം. TA 111 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2 പോസ്റ്റാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ബാച്ചലർ ഓഫ് സയൻസ് പാസ് ഔട്ട് ആയിരിക്കണം, അതായത് ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 1 ഇയർ എക്സ്പീരിയൻസ് വേണം, 60% മാർക്ക് വേണം. ഇനി എക്സ്പീരിയൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന 1 ഇയർ ഡ്യൂറേഷനുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ്, അതായത് നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചെയ്തതാണെങ്കിൽ അതും ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. ഡിപ്ലോമയാണെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യം വരും. ഈ പറയുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗിലുള്ള ഡിപ്ലോമ 60% മാർക്കോട് 3 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി ലാറ്ററൽ എൻട്രിയോടെ കഴിഞ്ഞവരാണെങ്കിൽ 2 ഇയർ ഡ്യൂറേഷൻ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി പോസ്റ്റ് കോഡ് 112 ആണ്. ഇതിലേക്ക് നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ 60% മാർക്ക് വേണം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ലാറ്ററലിലൂടെ ആണെങ്കിൽ 2 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷൻസും. ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് എക്സ്ട്രാ നിങ്ങൾക്ക് സാലറിക്ക് പുറമേ പേ അലവൻസും അതായത് ഒട്ടനവധി DA തുടങ്ങിയിട്ടുള്ള HR തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിങ്ങൾക്ക് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ഗ്രോത്തും ഇതിലൂടെ സാധ്യമാക്കാം, അതായത് നിങ്ങൾക്ക് നല്ല പ്രൊമോഷൻ സാധ്യത കാര്യങ്ങളൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെയാണ്. മിനിമം ഏജ് 18, മാക്സിമം 28 ഞാൻ ഓൾറെഡി പറഞ്ഞു. ഏജ് റിലാക്സേഷൻ ഉണ്ട് എന്നൊക്കെ. SC OBC PWD കാൻഡിഡേറ്റ്സിനും ഡിവോഴ്സ് വിഡോസ് സ്റ്റൈലുള്ള വനിതകൾക്കൊക്കെ ഉണ്ട് കേട്ടോ. ദെൻ മോഡ് ഓഫ് സെലക്ഷൻ ആണ് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാകും. അവരെന്ത് ചെയ്യും, നിങ്ങളുടെ അപേക്ഷ നോക്കിയിട്ട് അതിൽ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യും, ട്രേഡ് ടെസ്റ്റാണ് ആദ്യം ഉണ്ടായിരിക്കുക. അപ്പോൾ അതത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും, പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്തവരെ മാത്രമാണ് ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷന് സെലക്ട് ചെയ്യുക. അങ്ങനെ റിട്ടൺ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ വരിക. അപ്പോൾ റിട്ടൺ എക്സാമിനേഷനിൽ 3 പേപ്പറാണ് വരുന്നത്. പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3 വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പേപ്പർ 1 ഇത് OMR അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. 200 മാർക്കായിരിക്കും ടോട്ടൽ, 3 മണിക്കൂർ ടൈം. ദെൻ മെൻ്റൽ എബിലിറ്റി ആണ് പേപ്പർ 1 വരുന്ന 50 ക്വസ്റ്റ്യൻ, 100 മാർക്ക്. ഇതിൽ നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാം അറ്റൻഡ് ചെയ്യാം. മെൻ്റൽ എബിലിറ്റിയിൽ ജനറൽ ഇൻ്റലിജൻസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, പ്രോബ്ലം സോൾവിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. സിറ്റുവേഷൻ ജഡ്ജ്മെൻ്റ് ഒക്കെയാണ് അതിൽ വരുന്നത്.
പേപ്പർ 2 വരുന്നത് നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 ക്വസ്റ്റ്യൻ വരും. പിന്നെ പേപ്പർ 3 നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ് അതുമായി ബന്ധപ്പെട്ടാണ് വരിക, 100 മാർക്കിന് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ്. ഇനി ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാം, ഒന്നിലധികം പോസ്റ്റ് കോഡിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ അടിക്കണം, സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഒന്നിലധികം പോസ്റ്റിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഓരോ പോസ്റ്റ് കോഡിലേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ വെച്ചാൽ ഓൺലൈനായിട്ടാണ്. അതിന് നമുക്ക് 3 ലെവലാണ് വരുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓൺലൈൻ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളും പറയാം. അത് കഴിഞ്ഞിട്ട് ഫീ അടയ്ക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ, അങ്ങനെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഫീ പേയ്മെൻ്റ് ആണ്. അടയ്ക്കാൻ ബാധകമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ കേട്ടോ, റിലാക്സേഷൻ ഉള്ളവരുണ്ട്. അപ്പോൾ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ് ഫീ എമൗണ്ട് വരുന്നത്. ഓക്കെ, 500 രൂപ ഫീ വരും. എന്നാൽ SC ST അതുപോലെ PWD ഫീമെയിൽ എക്സ് സർവീസ്മാൻ ഇവർക്കൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറിയിലാണെങ്കിലും അവർക്ക് ഫ്രീ ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ബാക്കിയുള്ളവർക്ക് 500 രൂപ ഫീ അടയ്ക്കണം. ഈ 500 രൂപ ഫീ അടയ്ക്കേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ SBI കളക്റ്റിലൂടെയാണ്. SBI കളക്റ്റിലൂടെ നിങ്ങളുടെ ഏത് ബാങ്കിൻ്റെ ATM കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഫോൺ പേ, അതായത് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണ് UPI ഒക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഫീ അടയ്ക്കാം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് ഫീ അടയ്ക്കേണ്ടതെന്ന്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്റ്റർ ചെയ്യലാണ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഫീ അടയ്ക്കാൻ ബാധകമല്ലാത്ത SC ST PWD ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ അവർ ഫീ എമൗണ്ടിൻ്റെ അവിടെ 0 എന്നുള്ളതാണ് അവർ മെൻഷൻ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി ചെക്ക് ലിസ്റ്റ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതെല്ലാം കൂടെ നമ്മളൊരു സിംഗിൾ PDF, അതായത് ഒരു സിംഗിൾ PDF ആക്കി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മെർജ് ചെയ്യണം. ഒരു സിംഗിൾ PDF ആക്കി മെർജ് ചെയ്ത് മാക്സിമം അത് അലോ ചെയ്യുന്ന ആ ഒരു ഫയൽ സൈസ് എന്ന് പറയുന്നത് 5 MB വരെ പോകും മാക്സിമം. അതിൻ്റെ അപ്പുറത്ത് പോകാൻ പാടില്ല. അങ്ങനെ പോകുകയാണെങ്കിൽ നിങ്ങൾ അത് കംപ്രസ് ചെയ്താൽ മതി കേട്ടോ, ഒക്കെ എളുപ്പമാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഒന്ന്, നമ്മൾ ഫീ അടയ്ക്കാൻ ബാധകമായിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ഫീ അടച്ചാൽ അതിൻ്റെ പ്രിൻറ്റ് കിട്ടും, റെസിപ്റ്റ് കിട്ടും. അത് നമ്മൾ പ്രിൻ്റ് എടുക്കുക. അത് നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ വെക്കണം. ദെൻ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ആവശ്യമുള്ള സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നെ അക്കാദമിക് സർട്ടിഫിക്കറ്റുകളാണ് SSLC 10th സർട്ടിഫിക്കറ്റ്, പിന്നെ +2 സർട്ടിഫിക്കറ്റ്, അതിൻ്റെ മാർക്ക് ഷീറ്റ്. അപ്പോൾ നമുക്കെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് അവിടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ ഓർഡറിൽ ചെയ്യണം കേട്ടോ. ആദ്യം SSLC വെക്കണം ആദ്യം നിങ്ങൾ വെക്കേണ്ട ഇതാണ്, നമ്മുടെ ഫീ അടച്ചതിൻ്റെ പ്രിൻ്റാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത്, ബാധകമായുള്ള ഉദ്യോഗാർത്ഥികൾ. ഫസ്റ്റ് പേജ്. ഓക്കെ, സെക്കൻഡ് പേജിൽ വരേണ്ടത് അത് നിങ്ങൾ ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യാണ് വേണ്ടത്. അത് നിങ്ങൾ സ്കാൻ ചെയ്യേണ്ട ആവശ്യം, മീൻസ് നമ്മൾ ഈ PDF ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തേത് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റാണ് രണ്ടാമത്തെ പേജ് വരേണ്ടത്. മൂന്നാമത്തെ നിങ്ങളുടെ +2ൻ്റെ പേജാണ് വരേണ്ടത്. ദെൻ നാലാമത്തെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ്റെ പേജ്, BSc. ഇനി അതല്ല ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമയുടെ പേജ്, മാർക്ക് ഷീറ്റ്, ഓക്കെ, ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് കേട്ടോ. സർട്ടിഫിക്കറ്റാണ്, പിന്നെ മാർക്ക് ഷീറ്റ്, ഇങ്ങനെയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ CGPA ആണെന്ന് വിചാരിക്കുക, ഗ്രേഡ് പോയിൻ്റ് ആണ്, അതായത് 6.5 അല്ലെങ്കിൽ 8.9 എന്നൊക്കെ പറഞ്ഞ് ഗ്രേഡ് പോയിൻ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് എല്ലാവരും ആഡ് ചെയ്യണ്ട. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൺസോൾട്ടേറ്റഡ് മാർക്ക് ഷീറ്റ് എടുക്കുക. ആ കൺസോൾട്ടേറ്റഡ് മാർക്ക് ഷീറ്റിൽ ഏറ്റവും താഴെ ആയിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫോർമുല ഉണ്ടായിരിക്കും. CGPA × 9.5 എന്നോ അല്ലെ 10 എന്നോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഫോർമുല. അപ്പോൾ അത് നിങ്ങളുടെ കൺസോൾട്ടേറ്റഡ് മാർക്ക് ഷീറ്റിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന സാധനം വീണ്ടും എന്ത് ചെയ്യേണ്ട, നമ്മൾ സ്കാൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ ഒരു പ്രത്യേക ഫോർമുലയോ അല്ലെങ്കിൽ മാർക്കോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതത് ഡിപ്പാർട്ട്മെൻറ്റായി കോൺടാക്ട് ചെയ്ത് നമ്മൾ പഠിച്ച സ്ഥാപനമായി കോൺടാക്ട് ചെയ്ത് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് നമ്മൾ വാങ്ങേണ്ടതാണ്. അത് നമ്മൾ അവിടെ 6ാമത്തെ പേജായിട്ട് നമ്മൾ അവിടെ വെക്കണം. അടുത്തത് SC ST OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റാണ് അവർ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതൊക്കെ നിങ്ങൾ ഓരോരോ ഇതാക്കിയിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ വിഡോസ് ഡിവോഴ്സിലായ വനിതകളാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റാണ്. പിന്നെ നിലവിൽ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന നിലവിൽ ഓട്ടോണമസോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന NOC വേണം. ഓക്കെ, അപ്പോൾ അവർ ചെയ്യേണ്ടവരാണ്, ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിന് പറയുന്ന അവരുടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ഓക്കെ, പിന്നെ അത് ഏജ് റിലാക്സേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ അതിന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഇവർക്ക് ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് ഒന്നുപാടെ നമ്മൾ വെക്കാം. പിന്നെ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻറ്റ്സ് ആണ്, ആധാർ കാർഡോ പാൻ കാർഡോ അതിലേതെങ്കിലും ഒന്ന് വേണം.
ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ ഇതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ഒരു സിംഗിൾ PDF ആക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സിംഗിൾ PDF ആക്കുക ഡോക്യുമെൻറ്റ്സ്. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ ഈ ഓർഡറിൽ തന്നെ വെക്കുക കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ഡിലീറ്റ് ആകട്ടെ. അവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആ കറക്റ്റായിട്ട് സീക്വൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഈ പേയ്മെൻറ്റിൻ്റെ വെക്കുക, പിന്നെ നമ്മൾ ഈ അക്കാദമിക് ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങളാണ്, പിന്നെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് ഓർഡറിൽ അങ്ങനെ വെക്കുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓർഡർ കീപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ വെച്ചിട്ട് സ്കാൻ ചെയ്ത് ഒരൊറ്റ PDF ആക്കി നമ്മൾ 5 MB ഉള്ളിൽ വരുന്ന രീതിയിൽ PDF ആക്കി നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റൊക്കെ ഫോർമാറ്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതന്നെ യൂസ് ചെയ്യാം. ഓക്കെ, SC/ST OBCൻ്റെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാം CSER NAL റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഇവിടെ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കാണാം. നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് കാണാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ നൗ എന്ന് കാണാം, ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ളത് കാണാം. രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജാണ്, റൈറ്റ് സൈഡ് ഭാഗമാണ്. അപ്പോൾ രജിസ്റ്റർ നൗ എന്നുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 6 2 അഡ്വർടൈസ്മെൻറ്റ് ലൈവിലാണ്. ഒന്ന് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇതിലുണ്ട്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം കേട്ടോ. അതിലേക്ക് ME or MTech PhD ഒക്കെ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ അവർ അതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, അത് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇവിടെ 6/2025. അപ്പോൾ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് കാണാം, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഇവിടെ കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 6/2025. അപ്പോൾ അതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്, അത് ഉറപ്പ് വരുത്തണേ 6/2025. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന നമ്മുടെ പേര്, മെയിൽ ID, ദെൻ പാസ്വേഡ്, മൊബൈൽ നമ്പർ ഇതൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫീ പേയ്മെൻ്റ് ആണ്. ഓക്കെ, ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തത്. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് SBI കളക്റ്റിൻ്റെ. ഇവിടെ വരിക, ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം SBI കളക്റ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് ഇൻസ്ട്രക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ ഞാൻ നോക്കിയിട്ട് കാണിക്കാം, നമ്മൾ എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. യെസ്, അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ മതി. നമ്മളിതാ ഈ ഒരു പേജിലാണ് ഉണ്ടായിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് കാണാം, എഡ്യൂക്കേഷൻ റിക്രൂട്ട്മെൻറ്റ്. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നോക്കുക അഡ്വർടൈസ്മെൻറ്റിൽ ഇത് കറക്റ്റായിട്ട് കർണാടക എന്നുള്ളതാണ് നമ്മൾ സ്റ്റേറ്റ് ഓർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കർണാടക. ഓക്കെ, സ്റ്റേറ്റ് നമ്മളിവിടെ കർണാടക എന്ന് കൊടുക്കുക. നമുക്ക് കർണാടക, ഈ കർണാടക എന്ന് സെലക്ട് ചെയ്താൽ പിന്നെ അടുത്തത് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് അവിടെ വരും. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ കർണാടക ഫിൽട്ടർ ബൈ സ്റ്റേറ്റ് എന്നുള്ളതിൽ കർണാടക സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് NAL വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇനി വന്നിട്ടില്ല, ഇവിടെ കുറേ പേജ് ഉണ്ട്, 9 പേജ് വരെ ഉണ്ട്. അത് നമ്മളിങ്ങനെ അടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സ്ഥാപനം ഉണ്ടല്ലോ നാഷണൽ എയറോസ്പേസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, അപ്പം തന്നെ അത് വരും. ഓക്കെ, ജസ്റ്റ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം, നിങ്ങൾക്ക് ഇനി ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, ഇവിടെയാണ് കേട്ടോ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. സെർച്ച് ഫോർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് നാഷണൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ കണ്ടോ, ജസ്റ്റ് നാഷണൽ എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കർണാടക സെലക്ട് ചെയ്തുകൊണ്ട് അതിൽ ആകെ നമുക്ക് ഈ ഒരു ടേമുമായി ബന്ധപ്പെട്ട് ഒരൊറ്റൊന്നുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണക്റ്റ് ആവും. ദ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറീസ് എന്നുള്ള വന്നു, അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫീ പേയ്മെൻറ്റിൻ്റെ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അഡ്വർടൈസ് നമ്പർ ഇവിടെ കൊടുക്കണം. ഞാൻ കാണിച്ചില്ല 6/2025 എന്നുള്ള അഡ്വർടൈസ് നമ്പർ കൊടുക്കുക. അപ്ലിക്കേഷൻ നമ്പർ, ഈ അപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ കിട്ടുമല്ലോ, ആ അപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. പിന്നെ അതിന് ശേഷം നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റ് കോഡ്, ഏത് പോസ്റ്റിനാണ് നിങ്ങൾ അപ്ലൈ എന്ന് വെച്ചാൽ പോസ്റ്റ് കോഡ് ഇതിലുണ്ട്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലുണ്ട്, എല്ലാം ഇതിലുണ്ട്. ഇതാണ് പോസ്റ്റ് കോഡ്. ഫോർ എക്സാമ്പിൾ ഓക്കെ, ഞാനിപ്പോൾ ഈ പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുക, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് അതാണ് എനിക്കാൽ പോസ്റ്റ് കോഡ് TA 102 വരിക. അപ്പോൾ അതാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. പോസ്റ്റ് കോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, പോസ്റ്റ് കോഡ്, പിന്നെ എമൗണ്ട് ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് അങ്ങനെ വരും.
പിന്നെ എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതി കൊടുക്കാൻ നിർബന്ധമല്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ എന്നുള്ള കൊടുക്കുക. ഇനി വേറെ ആർക്കും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇൻഡിവിജ്വൽ കൊടുക്കുക, നിങ്ങളുടെ പേര് എന്നാണ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID. ദെൻ ഇതൊക്കെ റീഡ് ചെയ്തു, ടേംസ് ആൻഡ് കണ്ടീഷൻ, ഈ ക്യാപ്ച കോഡ് അടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നെക്സ്റ്റ് അടിച്ച് പോയാൽ നിങ്ങൾക്ക് എന്താണ് അടുത്ത് വെരിഫൈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിലേക്കാണ് പോവുക. അതായത് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ വെരിഫൈ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഗൂഗിൾ പേ, നിങ്ങളുടെ ഏത് ATM കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട്, നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം, ഫോൺ പേ ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഇതാ ഇവിടെ ഉണ്ട്. കോൺടാക്ട് അവർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീം, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം, നിങ്ങൾ കൂടുതൽ കമൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ. അതല്ല നിങ്ങൾക്ക് തന്നെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യാം. ഇനി നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്തുതരാം. നിങ്ങൾക്ക് പുറത്തിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന് ഇടയ്ക്ക് മറുപടി തന്നാൽ മതി. പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് PDF ഇട്ടുതരും. ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ PDF പ്രിൻ്റ് എടുത്ത് വെച്ചാൽ മതി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.